തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ഒരു സുന്ദരേശ ലീലയിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. തടാതക വിവാഹം വളരെ ഗംഭീരമായി നടക്കുകയും ഭഗവാൻ ശിവൻ്റെ നടരാജ നൃത്തം അവിടെ കൂടിയിരുന്നവരെല്ലാം ഭയഭക്തി ബഹുമാനങ്ങളുടെ അത്യപൂർവമായ ഭക്തിവിശേഷങ്ങളോടെ നോക്കിക്കണ്ടു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഭോജനശാലയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി മടങ്ങി. അപ്പോൾ ഭോജനശാലയിലെ കാര്യസ്ഥൻ തടാതക ദേവിയോട് വന്ന് പറഞ്ഞു, അല്ലയോ ദേവി, ഭക്ഷണത്തിലെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ചിലവായിട്ടുള്ളൂ. ബാക്കി മുഴുവനും ഭക്ഷണങ്ങൾ ഭോജനശാലയിലിരിക്കുകയാണ്. ഭൂതഗണങ്ങൾ ഒരുപാട് പേര് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ കുറച്ച് പേരേ വന്നുള്ളൂ. അതുകൊണ്ട് വിവാഹ സദ്യയിലെ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവനും വെറുതെ കളയേണ്ടി വരും. ഇതിനൊരു പോംവഴി അല്ലയോ ദേവി അവിടെ നിന്ന് ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണ്. അപ്പോൾ തടാതകാദേവി അല്പമൊരു ഐശ്വര്യഗർവോടുകൂടി ഭഗവാൻ ശിവനോട് പറഞ്ഞു, ഭക്ഷണപദാർത്ഥങ്ങൾ 3/4 പങ്കും വെറുതെ ഇരിക്കുകയാണ്. അതിന് എന്താണൊരു പോംവഴി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ കിങ്കരന്മാരെല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അതിലെ ഒരു കിങ്കരൻ മാത്രം, ഒരു ശിവപാർഷദൻ മാത്രം അവിടെ മടങ്ങിപ്പോയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് കുണ്ടോദരൻ എന്നാണ്. കുണ്ടോദരൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. വിശപ്പ് കൊണ്ട് എൻ്റെ ജഠരാഗ്നി കത്തി ഉയരുന്നു. അതുകൊണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ കുണ്ടോദരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭോജനശാലയിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം അവിടെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഭക്ഷണ സാമഗ്രികളെല്ലാം കൽപ്പാന്തരുദ്രൻ ബ്രഹ്മാണ്ടങ്ങളെ എന്ന പോലെ കുണ്ടോദരൻ വെട്ടി വിഴുങ്ങാൻ തുടങ്ങി. പാകം ചെയ്ത് വച്ചതെല്ലാം തീർന്നപ്പോൾ അരി മുതലായവ എടുത്ത് ഭക്ഷിക്കുവാൻ തുടങ്ങി. എന്നിട്ടും വിശപ്പടങ്ങാതെ കുട്ടകം, ചെമ്പ്, ഉരുളി മുതലായവ എടുത്ത് ഭക്ഷിക്കുവാൻ തുടങ്ങി. ചട്ടുകം കയ്യിൽ കിട്ടിയ എല്ലാം പപ്പടം പോലെ കുണ്ടോദരൻ കടിച്ചു തിന്നു. എങ്കിലും വിശപ്പൊടുങ്ങാതെ കലവറയിൽ കടന്ന് അരി തുടങ്ങിയ ധാന്യങ്ങളും പച്ചക്കറികളും ഒന്നൊഴിയാതെ ഭക്ഷിച്ചു. എന്നിട്ട് പോലും വിശപ്പടങ്ങാതെ ഓടുന്ന കുണ്ടോദരനെ കണ്ട് ചിലർ ഭയന്നോടി. അങ്ങനെ ആ ഭക്ഷണം മുഴുവൻ തീർന്നതിന് ശേഷം പിന്നെയും കുണ്ടോദരൻ്റെ വിശപ്പ് അടങ്ങിയിരുന്നില്ല. അങ്ങനെ എല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞ കുണ്ടോദരൻ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വിശപ്പ് ഒട്ടും അടങ്ങിയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ തടാതകാദേവി
ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എൻ്റെ ഐശ്വര്യഗർവ് അങ്ങ് ശമിപ്പിച്ചിരിക്കുന്നു. അങ്ങ് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. കുണ്ടോദരൻ്റെ വിശപ്പ്, ആ ജഡരാഗ്നിയെ ശമിപ്പിക്കാൻ അങ്ങ് എന്തെങ്കിലും ചെയ്യണം. അങ്ങ് എല്ലാം അറിയുന്നവനാണല്ലോ. അപ്പോൾ ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുണ്ടോദരനെ അടുത്ത് വിളിച്ചു. നിൻ്റെ വിശപ്പടക്കാൻ വേണ്ട ഭക്ഷണം ഞാൻ തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അന്നപൂർണ ശക്തിയെ സ്മരിച്ചു. തൽക്ഷണം തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന 4 ഗർത്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അനന്തരം ഭഗവാൻ കുണ്ടോദരനോട് അതിലെ അന്നങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഭഗവാന്റെ ആജ്ഞ ലഭിച്ച ഉടൻ തന്നെ കുണ്ടോദരൻ അതിൻ്റെ മുമ്പിൽ ചെന്ന് ഭക്ഷിക്കുവാൻ തുടങ്ങി. പരമേശ്വരാനുഗ്രഹം കൊണ്ട് കുണ്ടോദരൻ്റെ വിശപ്പ് ശമിച്ചു. അങ്ങനെ കുണ്ടോദരൻ്റെ വിശപ്പ് ശമിച്ചു. പക്ഷേ കുണ്ടോദരൻ്റെ ദാഹം തീർന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, വെള്ളം മുഴുവനും കുടിച്ച് വറ്റിച്ചിട്ടും എനിക്ക് ഭഗവാനെ എൻ്റെ ദാഹം തീർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അങ്ങ് മറ്റൊരു വഴി കാണിച്ചു തരൂ എന്ന് കുണ്ടോദരൻ പ്രാർത്ഥിച്ചപ്പോൾ ശിവഭഗവാൻ തൻ്റെ ശിരസിലെ ഗംഗയെ താഴോട്ട് ഒഴുക്കി. ആ ഗംഗാ നദി സുന്ദരേശൻ്റെ സമീപത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. കുണ്ടോദരനോട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ആ വെള്ളം കുടിച്ചാൽ നിൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയും. അങ്ങനെ കുണ്ടോദരൻ ആ ജലം, ആ നദിയിലെ ഗംഗാജലം കുടിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിശപ്പ് അടങ്ങുകയും ചെയ്തു. അങ്ങനെ തടാതകാദേവിയുടെ ഐശ്വര്യഗർവ് ശമിപ്പിച്ച കഥയാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറയുന്നത്. ആ നദി ഗംഗ, ഒഴുകിയ നദി ഗംഗ ഇന്നും സുന്ദരേശ വിഗ്രഹത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേര് വേഗവതി എന്നാണ്. വളരെ വേഗത്തിലൊഴുകുന്ന നദിയായതുകൊണ്ട് അതിനെ ജനങ്ങൾ വേഗവതി നദി എന്ന് വിളിക്കാൻ തുടങ്ങി. ആ വേഗവതി നദിയിലൂടെ ഇന്നും ജലപ്രവാഹം, ഗംഗാജലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അഗസ്ത്യ മഹാമുനിയുടെ ഈ വാക്കുകൾ കേട്ട് ശിവൻ്റെ സർവജ്ഞതയും ശിവൻ്റെ കഴിവുകളും എല്ലാം തന്നെ വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതോടെ തടാതകാദേവിയും ഭഗവാനും തമ്മിലുള്ള ചേർച്ച കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുകയാണ് ചെയ്തത്. ഓം ശിവായ നമഃ.